ഹലോ, ഇന്ന് നമുക്ക് ഒരു മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഹമ്മൂസിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. ഇത് നമുക്ക് സൈഡ് ഡിഷായിട്ടും അതേപോലെ മെയിൻ ഡിഷായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഹെൽത്തി ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാലൊന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള വെള്ളക്കടലയാണ് നമുക്ക് ഹമ്മൂസ് ഉണ്ടാക്കാൻ ആവശ്യം. 250 ഗ്രാം കടലയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തത്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് 7 മണിക്കൂറൊന്ന് കുതിർത്ത് വെക്കണം. 7 മണിക്കൂറിന് ശേഷം നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. കടല നന്നായി കഴുകിയതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കടല മുങ്ങി നിൽക്കുന്ന രീതിക്ക് ഒന്ന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 വിസിലാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അതാ നമ്മുടെ കടലയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് കൈ കൊണ്ടൊക്കെ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പൊട്ടിയൊക്കെ കിട്ടും. കടലയിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുക. അതിനുശേഷം ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യം തെഹീനയാണ്. അപ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തെഹീനയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കടലയിൽ നിന്നും പകുതി കടല ഇതേപോലെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 ബാച്ചായിട്ടാണ് ഈ ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ പകുതി കടല ഇതേപോലെ മിക്സിയിലൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് തെഹീനയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തെഹീന നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ്. ഇത് ശരിക്കും വൈറ്റ് എള്ളും അതേപോലെ ഒലിവ് ഓയിലൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂണ് തെഹീന നമ്മുടെ മിക്സിയുടെ ജാറിലേക്കൊന്ന് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണ് ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല വില കൊടുത്ത് വാങ്ങിക്കേണ്ടുന്ന ഒരു ഡിഷാണ് ഇത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കുക. ലെമൺ ജ്യൂസൊക്കെ എല്ലാ സൈഡിലും എത്തുന്ന രീതിക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് നമുക്കിതിലേക്കൊരു 4 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇത് കുറച്ചൊന്ന് ടൈറ്റാണ്. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒന്നും കൂടി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊരു പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് ഒലിവ് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഒലിവ് ഓയിലും കൂടെ നമ്മൾ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഹമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാലൊന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക. അതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.